രതീഷിന്റെ ജഡ്ജ്മെന്റുകളെ ചോദ്യം ചെയ്യുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡില്. പിന്നെ ഗബ്രിയുടെ കണ്ണില് മഞ്ഞപ്പൊടി തെറിച്ച കഥയും അതില് വേറുള്ളവർ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് ഒക്കെ ആയിരുന്നു ആ ഒരു ചർച്ച. രതീഷിനെ ഭൂരിഭാഗം പേരും പേടിക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പ്രത്യേകിച്ച് ശ്രീരേഖയൊക്കെ ഭയങ്കര പേടിയാണ് രതീഷിനെ. ശ്രീരേഖ മാത്രമല്ല, അവിടെ ജിൻഡോ ഒഴികെയുള്ള ഭൂരിഭാഗം പേർക്ക് രതീഷിനെ പേടിയാണെന്നാണ് എനിക്ക് ഈ ഒരു ചർച്ച കണ്ടപ്പോൾ തോന്നിയത്. അതിൽ രതീഷ് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആരോടും ഒരു ഫേവറസും ഇല്ല, ഒരു ഇതുമില്ല, ഗെയിം റദ്ദാക്കണം എന്നൊക്കെയാണ് ഇവരെന്നോട് പറയുന്നത്. അത് ചെയ്യാനുള്ള അധികാരം എനിക്കില്ല എന്നുള്ള കാര്യമാണ് രതീഷ് പറയുന്നത്. അതും ബിഗ് ബോസിന് മാത്രമേ ഗെയിം റദ്ദാക്കാനുള്ള അധികാരമൊക്കെ ഉള്ളൂ. അപ്പോ ജിൻഡോയെ ലാലേട്ടനെ എണീപ്പിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം ജിൻഡോയുടെ കഥ എന്താണ്, ജിൻഡോ ഇതിനെ എങ്ങനെ നോക്കുകയാണെന്ന രീതിയിൽ ചോദിക്കുന്നു. ആ സമയത്ത് ജിൻഡോ പറയുന്നു, ടീം തിരിക്കുന്ന സമയത്ത് തന്നെ റസ്മിനോട് ഞാൻ പറഞ്ഞതാണ്, നെക്സ്റ്റ് ടീമിൽ അർജുൻ, സിജോ, ഗബ്രി, അപ്സരയൊക്കെയാണ് ഉള്ളത്, ആ ടീം നോക്ക്, ഞങ്ങളുടെ ടീം നോക്ക്, അൻസിബ, ജാസ്മിൻ, ശ്രീതു ഒക്കെയാണ് എന്റെ ടീമിലുള്ളത് എന്ന രീതിയിൽ പറയുന്നു. അത് ജിൻഡോ പറയുന്നതും അവിടെ ചെറിയ രീതിയിൽ അട്ടഹാസവും പിന്നെ ചിരിയും ഒക്കെ ഉണ്ടാവുന്നു. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ജാസ്മിനെ എണീപ്പിച്ച് നിർത്തുന്നു. ജിൻഡോയ്ക്ക് സംസാരിക്കാനുള്ള അവസരം കഴിഞ്ഞു എന്ന്. പിന്നെ ലാലേട്ടൻ എന്താ കുഴപ്പം എന്ന് ജിൻഡോയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ടീമിന് എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ. അതും എനിക്ക് വല്ലാത്തൊരു തരം ഓക്വേർഡ്നെസ് ഫീൽ ചെയ്തു. കാരണം ഒരാളെ മൊത്തം പറയാൻ സമ്മതിക്കാതെ അതിൽ കയറി ബ്രേക്ക് ചെയ്തിട്ട് വേറൊരാൾക്ക് അവസരം കൊടുക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ ജിൻഡോ പറഞ്ഞ പാതി മുറിഞ്ഞ ആ ഒരു സെന്റൻസിൽ സ്ത്രീ വിരുദ്ധത ഉണ്ട് എന്നതാവും പുരോഗമനവാദികൾ പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു കാര്യം. ഇപ്പം പുള്ളിയെ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാത്തത് വളരെ മോശം പരിപാടിയായി പോയി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ജിൻഡോ എന്നല്ല, ആരോടും ഈ പണി ചെയ്യരുത്. ലാലേട്ടൻ സംസാരിക്കുന്നതിനിടയിൽ അവിടെ ഉള്ളവരെ ബ്രേക്ക് ചെയ്താലേ നമ്മൾ ഇത് തന്നെ പറയത്തുള്ളൂ. ഇപ്പൊ ഇങ്ങനെ പറയുന്നതിന് ഇടയ്ക്ക് കയറി പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു തരം ഇറിറ്റേഷൻ ഫീൽ ചെയ്യാറുണ്ട്. അത് എപ്പോഴും അതെ, ലാലേട്ടൻ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കാണാറുള്ള ഒരു കാര്യമാണ് ലാലേട്ടൻ എപ്പിസോഡുകളിൽ. അപ്പോൾ ജിൻഡോ പറഞ്ഞ് മുഴുവിക്കാൻ പറ്റാത്ത ആ ഒരു കാര്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നെക്സ്റ്റ് ടീം ഫിസിക്കലി വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് ടണലും ഡെന്നും കൂടി നിന്ന് അവരെ പുറത്താക്കിയത് സെമി ഫൈനൽ റൗണ്ടിൽ. ആ ഒരു യുദ്ധഭൂമി ടാസ്കിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ജിൻഡോയുടെ ടീമില് ജിൻഡോ ഒഴികെയുള്ള ബാക്കി 3 പേര് ഫിസിക്കലി അത്ര സ്ട്രോങ് അല്ലാത്തവരാണ് എന്നേ പുള്ളി ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും പവർ ടീം സ്ട്രോങ് ആയിരുന്നു എന്ന്. പവർ ടീമും സ്ട്രോങ് അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് 2 ടീമുകൾ തന്നെയായിരുന്നു ഫിസിക്കലി സ്ട്രോങ്. അവിടുന്ന് 1-2 മല്ലന്മാരെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമായിരുന്നു റസ്മിന് ഓരോ ടീമുകളിലേക്കും. ഇപ്പൊ നമ്മുടെ അഭിഷേകിനെയും പിന്നെ നമ്മുടെ അർജുനെയും ഒക്കെ വേറെ വേറെ ടീമിലേക്ക് മാറ്റാമായിരുന്നു വേണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഓരോ ടീമിലും 2 ആണുങ്ങൾ വീതം ഉണ്ടായിരുന്നു. ഇത് ജിൻഡോയെ ഒന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല നമ്മുടെ ലാലേട്ടൻ. എന്നിട്ട് ജാസ്മിൻ ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പം ജാസ്മിൻ പറയുന്നു, ജിൻഡോ കാക്ക സ്വന്തം ടീമിനെ കുറിച്ച് വേറുള്ളവരോട് കുറ്റം പറയാറുണ്ട്, ഈ ടീം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുവാണോ, ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നൊക്കെയാണ് ജിൻഡോ കാക്ക പറയാറുള്ളത് എല്ലാവരോടും എന്ന് പറയുന്നു. അപ്പം ജാസ്മിൻ ഇതൊക്കെ സങ്കല്പിച്ച് കൂട്ടിയതാണ് എന്നുള്ളത് ലൈവ് കാണുന്നവർക്കറിയാം. ജിൻഡോ ഈ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഈ രീതിയിലൊന്നും ഇത്രയ്ക്ക് കുറ്റം പറയുന്ന രീതിയിലൊന്നും അത് പോയിട്ടൊന്നുമില്ല. ജിൻഡോ പറയുന്ന കാര്യങ്ങൾ, അതായത് ശ്രീധുവിനും ജാസ്മിനും കൂറ് നെക്സ്റ്റ് ടീമിനാണ് എന്നുള്ളത് തെളിവ് സഹിതം നമ്മൾ തെളിയിച്ചൊരു കാര്യമാണ്. ഇത് ജിൻഡോ ഇന്നലെയും അത് പറയുന്നുമുണ്ട് ജാസ്മിന്റെ അടുത്ത്, നിങ്ങൾക്ക് 2 പേർക്കും കൂറ് നെക്സ്റ്റ് ടീമിനോട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതൊരു വളരെ കറക്റ്റായ കാര്യമാണ്. അത് കണ്ടിട്ടുള്ളതുമാണ്. ഇനിയിപ്പോ ജിൻഡോയ്ക്ക് ശ്രീധുവിന്റെ കാര്യത്തിൽ മാത്രമേ അത് പറയേണ്ടി വരത്തുള്ളൂ. കാരണം ഗബ്രി പോയി, ജാസ്മിൻ അങ്ങനെ ഒരു ഫേവറസും കാണിക്കാനുള്ള ഒരു അവസരമൊന്നും ഇല്ല ഇനി.